ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായ വിഷയ വുദൂറെ ഷർത്ത്, അതുപോലെ ഫർദ് നീ കേട്ടാറ്. 5 ഷർത്തുണ്ട്, 6 ഫർദുണ്ട്, മർക്കൊത്തീറ. ഇനി വുദൂറെ സുന്നത്ത് വിശദീകരിക്കും. ധാരാളം സുന്നത്തുണ്ട് വുദൂ. അതെല്ലാം ഞങ്ങൾ പാലനാക്കണം, അതെല്ലാം നിർവഹനാക്കണം. അപ്പോഴേറ്റിക്കറ ഞങ്ങളുടെ വുദൂ സമ്പൂർണ്ണമായ വുദൂ ആവിടും. അങ്ങനെ വുദൂ ആക്കുമ്പോഴേറ്റിക്കറ ഞങ്ങളുടെ ദോഷമെല്ലാം പോണ്ടും. മുന്നോത്തെ ക്ലാസ്സിനെ കേട്ടാർ. ഓരോ വുദൂറ സന്ദർഭത്തിലും അള്ളാഹു ഞങ്ങളെ എത്ര ദോഷത്തോ മാഫാക്കി തണ്ടാണ്ട്. ഞങ്ങളെ കണ്ണുകൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും ഞങ്ങൾക്ക് ധാരാളം ദോഷങ്ങൾ, ചെറിയ ചെറിയ ദോഷമല്ല ഈ വുദൂ മൂലക്ക ഇങ്ങനെ പോണ്ടു ഉണ്ടു. ಇದಕ್ಕೆ മുന്നോത്തെ ക്ലാസ്സിനെ കേട്ടാർ. വലിയ മഹത്വമുണ്ട് ഈ വുദൂ. ഇത് കൈറ്റ് വുദൂ കാരണത്തിലെ നാലാഖിറത്തിൽ ഞങ്ങളോ കൈക്കാലും ഒകൈടി പ്രകാശിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിപാട്ടി തന്നാർ. അപ്പോൾ വുദൂറെ സുന്നത്ത് ഞങ്ങൾ തീരെത്തര എല്ലാം ഞങ്ങൾ കീപ്പാക്കണം, ഞങ്ങൾ എല്ലാം നിർവഹനാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിന് മുന്നോട്ട് ഒരു മസ്അല മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കർ. ഫർഉൻ ലൗ ശക്ക ഫീ തത്വഹീരി ഉദുവിൻ ഖബ്ല അൽ ഫറാഗി മിനൽ ഉദൂഇ ത്വഹറഹു വമാ ബഅദഹു. ഒരാൾ വുദൂ ആക്കിയോണ്ടുണ്ട്, വുദൂ തീർത്തില്ല. വുദൂ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു അവയവ കൽകിയ വിഷയത്തിൽ, ശുദ്ധിയാക്കിയ വിഷയത്തിൽ ഒരാൾ സംശയമുണ്ട്. ഉദാഹരണം, മുഖ ನಾನು ഫുള്ളായിട്ട് കൽകിരയില്ലേ, കൈ രണ്ടും കൽകിരയില്ലേ, അല്ലെങ്കിൽ കൈ രണ്ടും ഫുള്ള് കൽಗಿರ ಅಥವಾ ಪಾದಿ ಕಲ್ಗಿರಮ್ಮ, ഇങ്ങനെ സംശയം ಬಂತು. എപ്പോൾ സംശയം വന്നു? വുദൂ ആക്കിയോണ്ടേ ഉണ്ട്, വുദൂ തീർത്തില്ല, ಅದರ മുന്നോലെ അങ്ങനെ സംശയം വന്നോണ്ടായെങ്കിൽ ത്വഹറഹു, ഏത് ഭാഗ കൽകിയ വിഷയത്തിൽ അയാൾ സംശയമാ ആ ഭാഗ പാഠം വർക്ക് ശുദ്ധിയാക്കണമുണ്ട്. ഉദാഹരണം, കൈ ഫുള്ള് കൽಗಿರയില്ലേന്ന് സംശയം ಬಂತು. അങ്ങനെ ഉണ്ടായെങ്കിൽ അയാൾ പാഠം കൈ കൽകണം. പിന്നെ എന്താക്കണം? വമാ ബഅദഹു, അതിൽ പിന്നെ ഉള്ള ഭാഗം അയാൾ കംപ്ലീറ്റ് ആക്കണമുണ്ട്. ഉദാഹരണം, അയാൾ കാൽ കൽകിക്കൊണ്ടിരിക്കുമ്പോഴേറ്റിന് കൈ കൽಗಿರയില്ലേ ശുദ്ധിയാക്കിയ വിഷയത്തിൽ സംശയം വന്നു. അങ്ങനെ ഉണ്ടായെങ്കിൽ അപ്പം അയാൾ കൈ കൽകണം. കൈ കൽകിയിട്ട് പിന്നെ ഡയറക്റ്റ് കാൽ കൽകിയിട്ട് തീർത്തമ്മയാവില്ല. പിന്നെ കൈ രണ്ട് കൽകിയാൽ പിന്നെ തല തടവണം, പിന്നെ ഇട്ടിക്കണം കാൽ കൽകനായത് ഉണ്ട്. ഔ ബഅദൽ ഫറാഗി, അല്ലെ വുദൂ എല്ലാം കഴിഞ്ഞിട്ടയർ നിസ്കാരത്തുക്ക് പോയിട്ട് നിன்று അപ്പോൾ ഒരു ഡൗട്ട് വന്നു, ഞാൻ തല തടവിരയില്ലേ, അല്ലെങ്കിൽ കൈ ജണ്ടും കൽಗಿರയില്ലേ, ഇങ്ങനെ ഒരു സംശയം. ഉറപ്പല്ല, ഉറപ്പുണ്ടായെങ്കിൽ ಬೇಗ പോയിട്ട് വുദൂ എടുത്തു പറഞ്ഞു. ഇത് ഉറപ്പല്ല, ഒരു സംശയം, ഒരു വസ്വാസ് പോലെ. അങ്ങനെ ഉണ്ടായെങ്കിൽ ലം യുസ്സിർ, അവിടെ ആ സംശയത്തേക്ക് ഒരു ഫായ്ദയില്ല, ഫലമില്ല, തൊന്തരയില്ല, അയാൾ സീത നിസ്കരിച്ചാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മസ്അല സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്ന് ഉണർത്തിയത് ഞങ്ങൾക്ക്. വസുനനുഹു, വുദൂറെ സുന്നത്തുങ്ങ ധാരാളം സുന്നത്തുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് അത്തസ്മിയ, ബിസ്മി അല്ലോണമുണ്ട്. വുദൂറെ സ്റ്റാർട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. ഹദീസുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടിയർ, ലാ സ്വലാത്ത ലിമൻ ലാ വുദൂഅ ലഹു, വുദൂ ഇല്ലാത്തവർക്ക് നിസ്കാരമില്ല. വലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുടെ പേര് ഉച്ചരിക്കാത്തവർക്ക് വുദൂഅേ ഇല്ല. വുദൂ ഇല്ലാണ്ട് നിസ്കാരം സ്വഹിയാവില്ല. അള്ളാഹുടെ പേര് ചൊല്ലാണ്ടമാ വുദൂഅേ സ്വമല്ല, വുദൂ ഇല്ല. വുദൂ ഇല്ല എന്നെങ്കിൽ വുദൂ പൂർണ്ണമായിട്ടും കിട്ടില്ലാണ്ട് അതർത്ഥം. ബിസ്മി ചൊല്ലാണ്ട് ഒരാൾ വുദൂ ആക്കറ്, വുദൂ സ്വഹിയാവിടെ ഇല്ലേ, സ്വഹിയാവിടെ സമാവിടും. ആണെങ്കിൽ ആ വുദൂറോ ആ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ അള്ളാഹുറോ പേര് ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണു. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുമാ ഈ ഒരു ഹദീസിനെ ഉല്ലേഖനാക്കിയാർ. സുമ്മ ഗസ്ലുൽ കഫൈൻ, രണ്ട് മുങ്കൈ കൽകണം. അപ്പോൾ മുങ്കൈ കൽകര സുന്നത്ത് വ്യക്തമാവും. ഇവിടെ ഒരാൾ മുങ്കൈ എന്തു കൽകല, ഡയറക്റ്റ് മുഖ കൽക പോകണം നീയത്ത് വെച്ചിട്ട് മെയ്യാവിടും, വുദൂ സ്വഹിയാവിടും. വുദൂ ആവുക അത്ര മെയ്യാവിടും. ആയെങ്കിൽ ആ സമ്പൂർണ്ണമായ കൂലി കിട്ടാലെ മുങ്കൈ കൽகிறது അത് പ്രധാനമായിട്ടുള്ള സുന്നത്തായിട്ടിക്കർ. അപ്പോൾ രണ്ട് മുങ്കയും കൽക്കണം. സുമ്മ സിവാക്കു, പിന്നെ മിസ്വാക്കാക്കണം, ബ്രഷാക്കണം, പൽത്തേക്കണം. ഓരോ വുദൂറെ സന്ദർഭത്തിലും ബ്രഷാക്കറ സുന്നത്തുണ്ട്. ബ്രഷാക്കറത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രധാനപ്പെട്ട ഒരു ചര്യയിട്ടിക്കർ, സുന്നത്തായിട്ടിക്കർ. ധാരാളം സന്ദർഭത്തിൽ ഈ ബ്രഷാക്കറത് സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പോൾ വുദൂ എടുക്കുമ്പം ബ്രഷാക്കണം. ഇല്ലാ ലിസ്വാഇമിൻ ബഅദ സവാൽ, നോമ്പ് പിടിച്ചങ്ങാണ്ടായെങ്കിൽ ഉച്ചൽ പിന്നെ ബ്രഷാക്കണ്ട, അങ്ക് അപ്പം സുന്നത്തില്ല.
ഉച്ചൽ പിന്നെ നോമ്പിടിച്ചെങ്കിൽ സുന്നത്തില്ല. ഇനി ഉച്ചൽ പിന്നെ ഒരാൾ ഉറങ്ങിയിട്ടാകുമ്പോൾ ബായിഡീ ബെടക്കയർ മണ വന്നുകൊണ്ടുണ്ട്. അങ്ങനെ ടൈമും മിസ്വാക്കാക്കണ്ടേ ബ്രഷാക്കണ്ടേ അവിടെ ആക്കാം, ತೊಂದರೆಯಿಲ್ಲ. അവിടെ അപ്പം കറാത്തില്ല. ബായ് അലക്ക ബെടക്കായിട്ടുണ്ടല്ലേ മനുഷ്യന്മാരതൊരു നിൽക്കാവില്ല. അങ്ങനെ ടൈമിൽ ബ്രഷാക്ക, ഉച്ചൽ പിന്നെ ബ്രഷാക്ക. അങ്ങനെ അല്ലാത്ത സന്ദർഭത്തിൽ ഉച്ചൽ പിന്നെ നോമ്പിടിച്ചാൽ ബ്രഷാക്കറ കറാഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിവാട്ടിയർ ലൗല അൻ അശുക്ക അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്കി മഅ കുല്ലി ഉദൂ. നൻ്റെ ഉമ്മത്തുക്ക് ಸಮಸ್ಯೆ ಆವುಲ್ಲಾಂಟಾಯಂಗೆ ಬುದ್ಧಿമുಟ್ಟು ಆವುಲ್ಲಾಂಟಾಯಂಗೆ ನಾನು ಪ್ರತಿ ಓರೋ ಉದೂರ ಸಂದರ್ಭದಲ್ಲೂ ಬ್ರಷ್ ಹಾಕ್ರದು ಮಿಸ್ವಾಕ್ ಹಾಕ್ರದ್ರೋ ನಾನು ಕಡ್ಡಾಯ ಹಾಕಂತೆ ಆಯಂಗಿಲ್ಲ. ಪ್ರತಿ ಓರೋ ಉದೂರ ಸಂದರ್ಭದಲ್ಲೂ ಬ್ರಷ್ ಹಾಕಿ ಬರೋ ചിലപ്പോൾ കഷ്ടാവൂ, ചിലപ്പോൾ സൗകര്യം കിട്ടാല. ಅದಕ್ಕಾയിട്ട് ನಾನು ಕಡ್ಡಾಯ ಹಾಕಿಟ್ಟಿಲ್ಲ, ಸುನ್ನത്ത്. അതുകൊണ്ട് നിങ്ങൾ മിസ്വാക്ക് ಹಾಕೋണുಂಟು സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മാലിക് വശാഫിഈ റളിയല്ലാഹു അൻഹുമാ ഈ ഹദീസിൽ ഉല്ലേഖനാക്കിയാണ്. സുമ്മൽ മളുമള വൽ ഇസ്തിൻഷാഖ്. പിന്നെ ബായിൽ തന്നി മുക്കുലിക്കർ, ബായിക്ക് തന്നി എടുത്തിട്ട് ഞങ്ങൾ മുക്കുലിക്കല്ലേ ബായ് മുക്കുലിക്കർ അത്. വൽ ഇസ്തിൻഷാഖ് പിന്നെ മൂക്ക് ക്ലീനാക്കും. മൂക്കിൽ വെള്ളം കയറ്റി സീറ്റു കാണ്ട് പണ്ട് മദ്രസത്തിൽ പഠിച്ചത് അതിതെ. മൂക്ക് തന്നി കടത്തിട്ട് ചീന്തുറോണ്ട്. വൽ മുബാലഗത്തു ഫിഹിമാ ലി മുഫ്തിർ. നോമ്പില്ലാത്ത ആൾമാരുണ്ടായെങ്കിൽ തെല്യാറമേ ഇതാക്കണോണ്ട്. ബായി മുക്കലിക്കുമ്പോൾ തെല്യാറമേ ഗളഗലാണ്ട് ആക്കണം. മൂക്കു ഉൾഗത്തിയെ തന്നി എടുത്തിട്ട് വലിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കണോണ്ട്. മുബാലഗത്താക്കറോ യാറ നിർവഹിക്കറോ അത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ. നോമ്പ് പിടിച്ചങ്ങ ബായ് മുക്കലിക്കുന്നത് മൂക്കു ക്ലീൻ ആക്കറെല്ലാം സുന്നത്തുണ്ട്. ആയെങ്കിൽ ഓവർ ആക്കണ്ട, മൂക്കു വലിച്ചെടുക്കണ്ട, തന്നി ചിലപ്പോൾ ഉൾഗ പോകും. ബായ് ഓവർ ഗളഗലാണ്ട് ആക്ക പോകണ്ട, തന്നി ഉൾഗ പോകുക ചാൻസ് ഉണ്ടോ. വജംഉഹുമാ ബിസലാസി ഖുറഫ്. ഈ ബായ് മുക്കലിക്കുന്നതും മൂക്ക് ക്ലീൻ ആക്കുന്നതും അത് ಬೇರೆ ಬೇರೆ ആക്കണ്ട, ഒരേ ഇതിലെ മെയ്യാവണം. ഉറക്കിങ്ങനെ തന്നി ഗോരി എടുത്തിട്ടാകുമ്പോൾ ആ തന്നിയിൽ ബായിക്കും തന്നി എടുക്കറോ മൂക്കും തന്നി വലിക്കറോ. ഈ നിലക്ക് ഒരു ഗോറല്ലേ രണ്ട് കാര്യ ഒട്ടിಗೆ നടത്തണോണ്ട്. അങ്ങനെ 3 ഗോറല്ലേ ഈ 3 വട്ട ബായ് മുക്കലിക്കുന്നതും മൂക്ക് ക്ലീൻ ആക്കുന്നതും ഇത് നടത്തണോണ്ട്. ഒല്ലിസ്തിൻസാർ അതേപോലെ മൂക്കിൽ എന്തെങ്കിലും ഒരു മാലിന്യം ഉണ്ടെങ്കിൽ അത് പറത്തി എടുക്കറേ അതും സുന്നത്തുണ്ടോ. മസ്ഹു കുല്ലിർ റഅസി വൽ ഉദ്നൈനി ളാഹിറൻ വ ബാത്തിന. തല തടവുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നീ കേട്ടാറ് തലയുടെ തെല്ല് ഏതെങ്കിലും ഒരു ഭാഗം തടവുറതായിട്ടിക്കറ് ഫർദ് കഡായ. അതേ സന്ദർഭത്തിൽ തല ഫുള്ള് തടവുறது അത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ. ഇടീ തല തടവണോ. ಅದರ ಕ್ರಮೆಲ್ಲ ಬೇರೆ ಕಿತಾಬಲ್ಲಿ ವಿಶದೀಕರಿಸಿರು. ಚೆನ್ನಿನ ಮೇಲೆ ಈ ಜಂಡು ಇಬುಹಾಂ ಬೆರಳು ಹೆಬ್ಬೆರಳು വെച്ചിട്ട് അതേപോലെ ഈ തോറു ബെരള് ഇത് ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് പിറവുകു ഒരു ബട്ട് ഇങ്ങനെ ജണ്ട് കൈറും ഇങ്ങനെ പിറവ് ബലിക്കണം എല്ലാ ബെരളോട് കൂടെയാണ്. അതായിട്ട് ഇത് സമ്പൂർണ്ണമായ ആവർറൂപ്പാണ്. അപ്പോൾ തല ഫുള്ള് തടവുறது സുന്നത്ത്. ഒല്ലുതിനെയും ജണ്ട് കാത് തടവുறது. അപ്പോൾ കാത് തടവുறது ഫർളല്ല, കഡായല്ല. ഒരാൾ കാത് തടവാട്ടമേ ഉദു ആക്കറെങ്കിൽ ഉദു സഹിയാവട്ടും. ആയെങ്കിലാ ജണ്ട് കാതും തടവണം. ളാഹിറൻ വ ബാത്തിന ഉൽഗം പുറത്തും ജണ്ട് കാത് തടവണമുണ്ട്. വ തഖ്ലീലു ശഅരിൻ കസീഫി മിൻ ലിഹ്യ വ ആരിദ്. ഇനി താടി, ചുമ്മ താടിയുണ്ട്, തിങ്ങിയ താടിയല്ല ചുമ്മ താടി. ആ താടി എന്നുണ്ടായെങ്കിൽ അതിങ്ങനെ ചിക്കെടുക്കുന്നത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ. ഈ ഉദ്ദത്തെ താടിയും അതേപോലെ ഈ മുഖത്തുള്ള ഈ ഭാഗത്തുള്ള താടി അതിലിങ്ങനെ ചിക്കെടുക്കുന്നത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ. ചിക്കെടുക്കുവാണ്ട് കേട്ടിട്ടില്ലേ പണ്ട്, അതിങ്ങനെ ചിക്കെടുക്കുറോണ്ട്. വാസ്വാബിൽ യദൈനി ബി തഷ്ബീഖ്. രണ്ട് കൈറ ബെരലും അതും ഇങ്ങനെ ചിക്കെടുക്കുന്നത് സുന്നത്തുണ്ട്. അതിൽ ചിക്കെടുക്കുക എന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം കോക്ക് വാട്ടിയിട്ട് ബി തഷ്ബീഖ് ഇങ്ങനെ കോർക്കൽ കൊണ്ട് എല്ലാം മലയാളത്തിൽ ഇങ്ങനെ കോത്തിട്ടു രണ്ട് കൈറ ചിക്കെടുക്കണോ. അതേപോലെ രണ്ട് കാലിൻ്റെ അതേപോലെ കാലിൻ്റെ ബെരല് ഒരു റിജിലൈനി മിൻ അസ്വല ബി ഖിൻസരി യദിഹിൽ ഇസ്വറ. അതേപോലെ രണ്ട് കാലിലും ചിക്കെടുക്കണം. അത് കാലിൻ്റെ ബെരലൊരു അടിഭാഗത്തിലൂടെ. അതെങ്ങനെയാണ് ബി ഖിൻസർ യദിഹിൽ ഇസ്വറ. എടുത്ത കൈറ ഈ ഖിൻസർ ബെരലുണ്ടല്ലോ ഇത് മൂലക്കാം. അപ്പോൾ ഇതുകൊണ്ട് കാലിൻ്റെ ഓരോ ബെരലും ഇങ്ങനെ ചിക്കെടുത്തും പോകണമുണ്ട്. അത് ഫസ്റ്റ് സ്റ്റാർട്ടാക്കാനായത് ബലത്തെ കാലിൻ്റെ ചെറിയ ബെരൽ. ആ ബലത്തെ കാലിൻ്റെ ചെറിയ ബെരലിങ്ങനെ ഞാൻ കാലിൻ്റെ കൈറോ കാട്ടിയിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്നുകൂടി വ്യക്തമാകും. അപ്പോൾ ഈ ബെരലിൽ ഇത് കാലിട്ട് സങ്കല്പിച്ചുകൊണ്ടായെങ്കിൽ ഈ ഖിൻസർ ബെരലുണ്ടല്ലേ ചെറിയ ബെരൽ വീട്ടിൽ ഇങ്ങനെ സ്റ്റാർട്ടാക്കണം. ഇങ്ങനെ പിന്നെ ഇവിടെ
ಈ ಎಡತ ಕಾಲು ചെറിയ ಬೆರಳು ತೋಲ അങ്ങനെ പോണു ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓതാ കേൾക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ ചെന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബു ആക്കുമ്പോഴത്തെ എല്ലാ ഇബാദത്ത് അള്ളാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.